ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന രണ്ടാം പാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ റയൽ മാഡ്രിഡും ആഴ്സണലും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഇന്ന് അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 റയലിന്റെ മൈതാനമായ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക. ആദ്യ പാദത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് റയൽ പരാജയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ സെമിയിലേക്ക് കടക്കണമെങ്കിൽ 3 അതിലധികമോ ഗോളുകൾ നേടിക്കൊണ്ട് ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കൽ റയലിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു കാര്യമാണ്. എന്നാൽ തങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് റയൽ മാഡ്രിഡ് ക്യാമ്പ് ഉള്ളത്. അത്തരത്തിലുള്ള സംസാരങ്ങളാണ് റയലിന്റെ ക്യാമ്പിൽ നിന്നും ഉയർന്നു കേട്ടിരുന്നത്. ഇതേക്കുറിച്ച് ആഴ്സണലിന്റെ പരിശീലകനായ ആർട്ടറ്റ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് കംബാക്കിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു അവകാശം റയലിനുണ്ട്. അവരുടെ ചരിത്രം അങ്ങനെയാണ്, ആ അവകാശം അവർ നേടിയെടുത്തതാണ് എന്നൊക്കെയാണ് ആഴ്സണൽ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കംബാക്കിനെ കുറിച്ചുള്ള അവരുടെ സംസാരം എനിക്ക് മനസ്സിലാകും, കാരണം അത് അവരുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഇങ്ങനെ സംസാരിക്കാനുള്ള ആ ഒരു അവകാശമുണ്ടല്ലോ, അത് അവർ നേടിയെടുത്തതാണ്. ഞങ്ങളുടേത് കാര്യങ്ങൾ വ്യത്യസ്തമാണ്, ഞങ്ങളുടെ മൈൻഡ് സെറ്റും പ്രിപ്പറേഷനും വ്യത്യസ്തമാണ്. എങ്ങനെ ബെറ്റർ ആവാം എന്നതിനെ കുറിച്ച് മാത്രമാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ആർട്ടറ്റ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉള്ളത് ആഴ്സണലിന് തന്നെയാണ്. പക്ഷെ എന്തെങ്കിലും അത്ഭുതങ്ങൾ പിറക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ട കാര്യം. റയലിന്റെ ആരാധകർ എല്ലാവരും സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ട് തങ്ങളാൽ കഴിയുന്ന വിധമുള്ള ഒരു സപ്പോർട്ട് നൽകാൻ തയ്യാറായി കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. സർവ്വതും സമർപ്പിച്ച് കളിക്കാനുള്ള ഒരുക്കത്തിലായിരിക്കും റയൽ മാഡ്രിഡ് താരങ്ങൾ ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.